ഹലോ ഗെയ്സ്, എല്ലാവരും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു പരിപാടിയിലേക്ക് പോണ്, കുടുംബശ്രീൻ്റെ അരങ്ങിലേക്ക്. അപ്പോൾ എൻ്റെ വക ഒരു ഡാൻസൊക്കെ ഉണ്ട്. അപ്പോൾ അതിനാണ് സംഭവം. ഞാൻ എന്താ കോസ്റ്റ്യൂമൊക്കെ ഇട്ടു. കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഒരു കാട്ടുബസ് ലുക്ക്. അപ്പോൾ പരിപാടി തുടങ്ങി. എനിക്ക് ഫുള്ളായിട്ടൊന്നും കൊടുക്കാൻ പറ്റില്ല കേട്ടോ, സാഹചര്യങ്ങളുടെ സമ്മർദ്ദം. കാരണം ചെക്കന് ഒക്കെ കയ്യിലുള്ളത് കൊണ്ട് എനിക്ക് കുട്ടീനെ അവൻ എൻ്റെ കയ്യിൽ നിന്ന് ഇറങ്ങണേ ഉണ്ടായിരുന്നില്ല. ഞാൻ കളിക്കാൻ പോകണമെന്ന് മനസ്സിലാക്കിയിട്ടാണ് തോന്നുന്നു. എൻ്റെ ഒക്കെ തന്നെയായിരുന്നു. ഞാൻ സ്റ്റേജിൽ കയറുന്നത് വരെയും അവൻ്റെ കൈ തന്നെയായിരുന്നു. അതുകൊണ്ട് എനിക്ക് കൂടുതൽ പരിപാടിയൊന്നും എടുക്കാനൊന്നും പറ്റിയില്ല. പിന്നെ എൻ്റെ ഡാൻസ് സിംഗിൾ ഡാൻസ് ആയിരുന്നു. ഞാനൊക്കെ കയ്യിൽ നിന്ന് എടുത്തിട്ട് കളിച്ചു. ഞാൻ കുറച്ചേ ഇവിടെ ഇടുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരുപാട് പേര് കളിക്കാനൊക്കെ ഉണ്ടായിരുന്നു. ഗ്രൂപ്പ് ഡാൻസ് ആയിരുന്നു കൂടുതലും. അപ്പം ഇത് കുടുംബശ്രീൻ്റെ പരിപാടിയായിരുന്നു സംഭവം, അരങ്ങ് എന്ന് പറഞ്ഞിട്ട്. ഞാൻ സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ടൈമാണ് കുടുംബശ്രീ എന്നൊരു പരിപാടി പോയി ചെയ്തത്. സിംഗിൾ ഡാൻസ് ആയിരുന്നു. ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് കളിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് കളിച്ചത്. പിന്നെ നമ്മുടെ ഗ്രൂപ്പിലുള്ള ബാക്കിയുള്ളവർക്കും കൂടി കളിക്കാനാവണ്ടേ. പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ടാണ് പഠിച്ചത്. 1-2 ദിവസത്തെ പ്രാക്ടീസ് തന്നെ ഉള്ളൂ. പിന്നെ സിംഗിൾ ഡാൻസ് ആയതുകൊണ്ട് കയ്യിൽ നിന്ന് എടുത്തിട്ട് കളിച്ചു. എൻ്റെ സ്റ്റെപ്പൊക്കെ ഇടയിൽ തെറ്റി, പക്ഷെ ഞാൻ കയ്യിൽ നിന്നൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് കളിച്ചു. അത്രയേ ഉള്ളൂ. പിന്നെ ഒറ്റയ്ക്കാകുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ നോക്കിയാൽ മതിയില്ല. എൻ്റെ ഇടയിൽ കമ്മലൊക്കെ തീർച്ചു എൻ്റെ കളിയിൽ. ഞാൻ വിചാരിച്ചത് ശരിക്കും പറഞ്ഞാൽ കാലിൽ കുത്തും. പിന്നെ അവർ നിലത്ത് ഈ പായായിരുന്നു വെച്ചുകൊണ്ടിരുന്നത്. പായല്ല, പ്ലാസ്റ്റിക് പോലത്തെ ഒരു സംഭവം. അതിൽ നമ്മൾ 2 ചാട്ടം. എൻ്റെ പ്രാക്ടീസ് വെച്ചിട്ട് ഞാൻ അവിടെ പോയി കളിക്കുമ്പോൾ എൻ്റെ ചാട്ടത്തിന് ഞാൻ വഴുക്കി. അത്രയും സ്ലിപ്പാവുണ്ടായിരുന്നു. എൻ്റെ നല്ല കാര്യത്തിന് ഞാൻ വീണില്ല, ഭാഗ്യം. അപ്പോൾ അങ്ങനെ കളിച്ചു. ഒരുപാട് ടീമുകൾ കളിച്ചിട്ടുണ്ടായിരുന്നു. അവരൊക്കെ നല്ല നല്ല കോസ്റ്റ്യൂം, നല്ല മേക്കപ്പ്, നന്നായിട്ട് പ്രാക്ടീസൊക്കെ ചെയ്തിട്ട് നമുക്കതൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ അമ്മൻ്റെ ഒരു സാരി ഒക്കെ സെറ്റ് ചെയ്തു. എൻ്റെ ഒരു ബ്ലൗസും സെറ്റ് ചെയ്തു. സാരി എന്തായാലും നന്നായി. ഡാൻസിന് സാരിയൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഗെറ്റപ്പും വലിയ പൊട്ടൊക്കെ ഉണ്ട്. പൊട്ട് ഇപ്പോഴും മാറ്റിയിട്ടില്ല. അവിടെ നിന്ന് വന്നു. പിന്നെ ഉണ്ണിനെയും കൊണ്ട്, അവനാണെങ്കിൽ ഒരു 5 മിനിറ്റ് ഞാൻ സ്റ്റേജിൽ കളിക്കുമ്പോൾ അവൻ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ ഫുൾ നോട്ടം അവനെ തന്നെ നോക്കിക്കൊണ്ടായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്. ഫുൾ കരച്ചിലായിരുന്നു എൻ്റെ അടുത്തേക്ക് വരാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ കളി കഴിഞ്ഞത് ഓടിപ്പോയി എടുത്തു, ഡ്രസ്സൊക്കെ മാറ്റി. പിന്നെ പാലും കൊടുത്ത് അങ്ങനെ അവൻ ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊടുത്ത് ഒന്ന് കൂളാക്കി. വന്നതും വണ്ടിയിൽ തന്നെ ഇരുന്നിട്ട് അവൻ ഉറങ്ങി. അങ്ങനെ അവൻ അവിടെ ഉറക്കി കിടത്തിയിട്ടുണ്ട്. എനിക്കാണെങ്കിൽ ഇപ്പോഴും തലവേദന മാറിയിട്ടില്ല. അവിടെ ഇങ്ങനെ നിന്നിട്ടേ ഭയങ്കര സൗണ്ടിൽ പാട്ടൊക്കെ കേട്ടിട്ട് കുറേ നാളെ വീട്ടിൻ്റെ വെളിയിലേക്ക് അങ്ങനെ പോയിട്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ട്. കുറച്ച് ദൂരമേ ഉള്ളൂ ഇവിടെ നിന്ന്, നമ്മുടെ പരിപാടിക്ക് കുറച്ച് ദൂരമേ ഉള്ളൂ. എന്നാലും ഭയങ്കര ഒരു ബുദ്ധിമുട്ട്. പിന്നെയെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര മഴക്കാറുമുണ്ട്. മഴ പെയ്യോ എന്തോ അറിയില്ല. ഇനിയിപ്പോൾ എനിക്ക് വീട്ടിലേക്ക് പോകണം പറഞ്ഞിട്ട് നിൽക്കണം. ഇപ്പം എൻ്റെ വീട്ടിലാണ് ഞാൻ ഇരിക്കുന്നത്. ഇനി എനിക്ക് വീട്ടിലേക്ക് പോകണം പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ മഴ പെയ്ത് എങ്ങനെയാണോന്ന് അറിയില്ല. ചെക്കനാണെങ്കിൽ നല്ല ഉറക്കവും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ കാര്യങ്ങൾ പറഞ്ഞാൽ. അങ്ങനെയാണ്. ഐസ്ക്രീമും ബണ്ണൊക്കെ കഴിച്ചു. അതൊന്നും നമുക്ക് വീഡിയോ ആയിട്ട് എടുക്കാനൊന്നും പറ്റിയില്ല. കാരണം അമ്മയ്ക്ക് അവനെ ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് പാടാണ്. കാരണം അവൻ ഇപ്പോൾ ഫുൾ ഓട്ടോ അല്ലേ. അപ്പോൾ ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഡാൻസ് കളിക്കുന്നത് വരെയും അവനെ കയ്യിൽ തന്നെ വെച്ചിട്ടായിരുന്നു പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ കളിച്ച് കഴിഞ്ഞിട്ടാണ് ഡാൻസ് കളിക്കാൻ മാത്രമേ ഞാൻ ഉണ്ണിനെ കൊടുത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അപ്പം തന്നെ പോയി ഉണ്ണിനെ എടുത്ത് അവനെ ഇഡ്ഡലി എടുത്തിട്ടുണ്ടായിരുന്നു. എവിടെ പോകുമ്പോഴും കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ ഞാൻ കയ്യിൽ കരുതും. അപ്പോൾ ഇന്ന് ഇഡ്ഡലി ആയിരുന്നു എടുത്തില്ലെങ്കിൽ സാധാരണ ബിസ്ക്കറ്റ് അങ്ങനെ എന്തെങ്കിലും കൊടുക്കും. അപ്പോൾ ഇഡ്ഡലി, കുറച്ച് വെള്ളമൊക്കെ കയ്യിൽ കരുതി. പിന്നെ കടയൊക്കെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നതുകൊണ്ട് കടയിൽ നിന്ന് കുറച്ച് 1-2 ഐസ്ക്രീമും അതുപോലെ തന്നെ സർബത്തൊക്കെ വാങ്ങിക്കൊടുത്തു. പിന്നെ തണുത്തതൊന്നും കഴിച്ചാൽ അവന് കുഴപ്പമില്ല. പിന്നെ ഇപ്പോൾ മഴയൊക്കെ പെയ്യേണ്ട സമയം കൊണ്ട് കൊടുക്കാൻ കുറച്ച് പേടിയുണ്ടെങ്കിൽ കൂടി പോണ സമയത്ത് നല്ല ചൂടായിരുന്നു. പിന്നെ ആ ഡാൻസും കാര്യങ്ങളുടെ ഉള്ളിലിങ്ങനെ ഇരുന്ന സമയത്ത് ഭയങ്കര ഉരുക്കുമായിരുന്നു. അതുകൊണ്ട് അവന് ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തൊന്ന് കൂളാക്കി കൊണ്ടുവന്ന് ഉറക്കിയിട്ടുണ്ട്. അപ്പം അങ്ങനെ എൻ്റെ കല്യാണ സമയത്ത് ഹൽദിക്കാണ് ഞാൻ ലാസ്റ്റായിട്ട് ഡാൻസ് കളിച്ചത്. ഹൽദിക്ക് അത് പിന്നെ നമ്മുടെ വീട്ടുകാരുടെ ഫ്രണ്ടിലാണെന്നെങ്കിലും പറയാം. പക്ഷേ ഇങ്ങനെ സ്റ്റേജിൽ പോയിട്ട് ഒരു ഡാൻസ് കളിച്ചത് സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ടൈമാണ്. പിന്നെ ഏതായ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു ഫസ്റ്റ് ടൈം. പക്ഷേ കളിച്ചപ്പോൾ പിന്നെ കുഴപ്പമൊന്നുമില്ല. ഒരു ചെറിയൊരു കുറവ്. കാരണം നമ്മളങ്ങനെ എപ്പോഴും ഈ എക്സസൈസോ ഡാൻസോ ഒന്നും അങ്ങനെ അധികം ചെയ്യാത്തതിൻ്റെയൊക്കെ. രാവിലെ എണിച്ചാൽ നമ്മൾ കുട്ടിൻ്റെ പിന്നാലെ ഓട് തന്നെയല്ലേ ഉള്ളൂ. നമുക്ക് ഇങ്ങനത്തെ എക്സസൈസ് ഒന്നും ചെയ്യാൻ അത്രയ്ക്ക് ഇതൊന്നും ഇല്ലല്ലോ. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അതൊരു 2 ദിവസം പ്രാക്ടീസ് ചെയ്തപ്പോൾ ശരിയായി. പിന്നെ 3-ാമത്തെ ദിവസം എന്നൊക്കെ കളിക്കാനും വന്നല്ലോ. അതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ നമ്മൾ വീട്ടിൽ വന്നു. അതുകൊണ്ട് ആ ഒരു കാര്യങ്ങളൊന്നും എനിക്ക് എടുക്കാനൊന്നും ആരെയും വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. കുട്ടി കയ്യിലുണ്ടായിരുന്നു. അതുകൊണ്ട് അതൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ കാര്യങ്ങൾ. അപ്പോൾ ഇനിയിപ്പോൾ വീട്ടിൽ വന്ന് ഇനിയിപ്പോൾ അനിയന്മാരുടെ കുറച്ച് പ്രിപ്പറേഷൻ ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്കിങ്ങനെ വീഡിയോ ആയിട്ട് എടുക്കാം. നോക്കട്ടെ, എടുക്കാൻ എത്രത്തോളം പറ്റുന്നതെന്ന് നോക്കട്ടെ. അപ്പോൾ ചെറിയച്ഛൻ
ഒരു കോഴി വാങ്ങിയിട്ടുണ്ടായിരുന്നു അൽഫാം അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ അനിയന്മാരാണ് അൽഫാമായി ഉണ്ടാക്കുന്നത്. സാധാരണ വീട്ടിൽ അൽഫാം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ ഏട്ടനായിരിക്കും ഉണ്ടാക്കുക. ഏട്ടന് അൽഫാം അടിക്കാൻ ഭയങ്കര എന്ന് വെച്ചാൽ അൽഫാം ഉണ്ടാക്കി കഴിക്കാൻ ഭയങ്കര ഒരു ഇഷ്ടമാണെന്ന് മാത്രമല്ല അതിലൊരു മസാലയൊക്കെ ഇല്ലേ, അതൊക്കെ സത്യം പറഞ്ഞാൽ ഈ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ തന്നെ ഏട്ടൻ ഉണ്ടാക്കും. അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഏട്ടൻ ഉണ്ടാക്കുന്ന അൽഫാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കണ്ടിട്ടാണ് പിള്ളേർ ഇതുപോലെയൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയത് തന്നെ. അപ്പോൾ എൻ്റെ അനിയന്മാർ ഇതുപോലെ കഷ്ടപ്പെട്ടിട്ട് അവർ കനലൊക്കെ ഉണ്ടാക്കി ഇതുപോലെ 3 കല്ലൊക്കെ വെച്ച് അവരുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. മസാല തിരുമ്പിയത് വല്യമ്മയാണത്രേ. അത് ഞാനൊക്കെ പിന്നെയാണ് അറിഞ്ഞ്. മസാലയൊക്കെ തിരുമ്പി സെറ്റാക്കി കൊടുത്തു. പിള്ളേർ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടിട്ട് തന്നെ, കാരണം വീശിയിട്ട് തന്നെ ആ കനലിൽ തന്നെ ഇതിരുന്ന് വേകണം. കുറച്ച് പണിയുള്ള കാര്യമാണ്. പിന്നെ അത്ര കഷ്ടപ്പെട്ടാലും നമുക്കിത് കഴിക്കണമല്ലാണല്ലോ കാര്യം. പിന്നെ അതിൻ്റെ ബാക്കി പീസൊക്കെ വീട്ടിലിതാ കറിയായിട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനായിരുന്നു. കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം എൻ്റെ മക്കളുടെ അൽഫാം റെഡി ആയിട്ടുണ്ടായിരുന്നു. ഞാനും ഇടയിൽ പോയി ഇത്തിരി കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും ഒരുപാടൊന്നും കഴിച്ചില്ല. കാരണം ഈ പരിപാടിക്കൊക്കെ പോയിട്ട് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാണ്ട് ഒന്നാമത് ഗ്യാസ് കയറി. പിന്നെ ഈ നഞ്ഞാരി സർബത്തൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒന്നും വേണ്ടാണ്ടായി. എന്നാലും അവർ ഉണ്ടാക്കിയതിന് സ്ഥിതിക്ക് ഞാൻ ടേസ്റ്റ് ചെയ്തൊക്കെ നോക്കി. നല്ല അടിപൊളിയായിരുന്നു. കുറച്ചും കൂടി മൊരിയാനുണ്ടെങ്കിൽ എൻ്റെ മക്കൾ ഉണ്ടാക്കിയതല്ലേ. പിന്നെ ഞാൻ പാലും അവിലും ഇട്ടിട്ട് കുടിച്ചു. അവിലിൽ പാലിട്ടിട്ട് അതാണ് കുടിച്ചത്. എനിക്ക് വേറെ ഭക്ഷണമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ പോകേണ്ട സമയം ഓട്ടോയൊക്കെ വിളിച്ച് വലിയ മഴ വരുമ്പോഴേക്കും എന്നെ വിട്ടാക്കാനുള്ള പുറപ്പാടാണ്. അപ്പോൾ ഒരു ദിവസമാണെങ്കിൽ ഒരു ദിവസം പകലെ വീട്ടിൽ പോയി കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ വലിയ സെഞ്ചിയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും എപ്പോഴും. കാരണം അങ്ങനെയാണ് ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ തന്നു വിടും. വിരുന്ന് പോയി കഴിഞ്ഞ് വന്നാലും അങ്ങനെ തന്നെ. അപ്പോൾ അപ്പാപ്പനും പേരക്കുട്ടിയും കൂടി അപ്പാപ്പൻ കൊണ്ടാക്കാൻ വരാൻ നിൽക്കുകയാണ്. അവനാണെങ്കിൽ അപ്പാപ്പനെ കണ്ടാൽ തിരിച്ച് അപ്പാപ്പൻ്റെ കൂടെ ഇങ്ങോട്ട് തന്നെ വരണം പറഞ്ഞിട്ട് കരയും. അതുകൊണ്ട് ഇന്നിപ്പോൾ എന്താകുമോ എന്തോ അറിയില്ല. അങ്ങനെ നമ്മൾ ഓട്ടോയിലൊക്കെ കയറി എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞു. കാരണം ഇനിയിപ്പോൾ ഞായറാഴ്ചയും നമ്മൾ അങ്ങോട്ട് തന്നെയാണ് പോണത്. കാരണം ഞായറാഴ്ച കുടുംബശ്രീ കൂടെ നമ്മൾ എല്ലാ ആഴ്ച അങ്ങോട്ട് പോകും. അങ്ങനെ ഞങ്ങൾ ഓട്ടോയിൽ വന്നു. വീടെത്തിയിട്ട് ഞാനും മകനും മാത്രമേ ഉള്ളൂ വീട്ടിൽ. ഞങ്ങൾ ടി വിയൊക്കെ ഇട്ടു. പിന്നെ ഞങ്ങളുടേതായ കാര്യങ്ങൾ ഞങ്ങൾ ഒരുമിച്ചാണ് ചോറ് വെക്കലും കാര്യങ്ങളും. അവൻ എല്ലാത്തിലും എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ തന്നെ നിൽക്കും. പിന്നെ എല്ലാ സാധനങ്ങളും ഇത്തിരി പിടിച്ച് വലിച്ച് വാരിയിടുന്നുള്ളൂ. പക്ഷെ അതൊന്നും കുഴപ്പമില്ല. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ. അങ്ങനെ ഞങ്ങൾ ചോറങ്ങ് വെച്ചു. അതുപോലെ തന്നെ വൈകുന്നേരം അമ്മ വന്നു. എന്നിട്ട് ഞങ്ങളൊരു ഉപ്പേരിയൊക്കെ വെച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വ്ളോഗ്. ആദ്യമായിട്ടാണ് കാണുന്നത്. സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കില്ല കേട്ടോ.